ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഈസി ലേണിംഗ് അക്കൗണ്ടൻസി ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഞാൻ അശോക് കുമാർ. ഇന്ന് എൻ്റെ ഈ വീഡിയോയിലൂടെ ഇടുന്ന ടോപ്പിക് ലെഡ്ജർ. എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായുള്ള ലെഡ്ജർ എങ്ങനെ നമ്മൾ ജേണലിൽ നിന്ന് എങ്ങനെ ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യും, ലെഡ്ജർ എങ്ങനെ ബാലൻസ് ചെയ്ത് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെ, ആ ടോപ്പിക്കാണ് നമ്മൾ ഫസ്റ്റ് പാർട്ട് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് പുറമെ നമ്മൾ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ പഠിച്ച ജേണൽ എൻട്രിക്ക് ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഒരേ ട്രാൻസാക്ഷനകത്ത് രണ്ടിൽ കൂടുതൽ എലിമെൻ്റ് വരികയാണെങ്കിൽ നമുക്ക് 2 or 3 ജേണൽ എൻട്രി എഴുതുന്ന ആ ഡ്യൂപ്ലിക്കേഷൻ വർക്ക് കുറച്ചിട്ട് കോമ്പൗണ്ട് ജേണൽ എൻട്രി എഴുതുന്നത് എങ്ങനെ എന്നുള്ള കാര്യം അടുത്ത സ്റ്റേജായിട്ട് പറഞ്ഞുതരാം. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ടോപ്പിക്കിൽ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് പ്രധാനമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ലെഡ്ജർ പോസ്റ്റിങ്ങിലോട്ട് പോകുന്നതിന് മുമ്പ് എന്താണ് ലെഡ്ജർ, വാട്ട് ഈസ് ലെഡ്ജർ, നമുക്ക് അതിൻ്റെ മീനിങ് എന്താണെന്ന് പരിശോധിക്കാം. വാട്ട് ഈസ് ലെഡ്ജർ? ഇവിടെ ledger, the meaning, a ledger is the collection of all the accounts debited or credited in journal proper and various special journal. അപ്പോൾ ലെഡ്ജർ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ആൾ അക്കൗണ്ട്സ്. അപ്പോൾ എല്ലാ അക്കൗണ്ട്സിൻ്റെയും കളക്ഷനാണ് ലെഡ്ജർ. അത് നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരേ നേച്ചർ അല്ലെങ്കിൽ ഒരേ പേരിലുള്ള അക്കൗണ്ട് ഹെഡ് നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ടുവരുന്ന പ്രോസസ്സാണ് നമ്മൾ ലെഡ്ജർ പോസ്റ്റിങ്ങിലൂടെ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ലെഡ്ജർ, അപ്പോൾ നമ്മുടെ ഒരു ജേണൽ എൻട്രി, ഫോർ എക്സാമ്പിൾ ഒരു മാസത്തെ 10-20 ജേണൽ എൻട്രീസ് ഉണ്ടെന്ന് വയ്ക്കുക സപ്പോസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ 20 ജേണൽ എൻട്രിയിലും പല എൻട്രിയിലും ചിലപ്പോൾ ക്യാഷ് ഡെബിറ്റോ ക്രെഡിറ്റോ ഒക്കെ പല എൻട്രിയിലും സ്പ്രെഡ് ചെയ്തിട്ട് കിടപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ക്യാഷ് എല്ലാം നമ്മൾ ഒരു ഹെഡിൽ ക്യാഷ് അക്കൗണ്ടിനകത്ത് കൊണ്ടുവരും. അതുപോലെ ഓരോ ഹെഡിലും വന്ന ഡിഫറെൻറ്റ് ഡേയ്സിൽ വന്ന ആ ഓരോ ട്രാൻസാക്ഷനും നമ്മൾ ഒറ്റ ലെഡ്ജറിലോട്ട് കൊണ്ടുവരും. അതാണ് നമ്മൾ ഈ ലെഡ്ജർ അക്കൗണ്ട്സ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലെഡ്ജർ ഈസ് ദി കളക്ഷൻ ഓഫ് ആൾ ദി അക്കൗണ്ട്സ് ഡെബിറ്റഡ് ഓർ ക്രെഡിറ്റഡ് ഇൻ ജേണൽ. അപ്പോൾ നമ്മൾ ഈ ലെഡ്ജർ പോസ്റ്റ് ചെയ്യുന്നത് ജേണൽ എൻട്രി എന്ന് മാത്രമല്ല, നമ്മൾ സബ് ഡിവിഷൻസ് ഓഫ് ജേണൽ എന്ന് പറഞ്ഞാൽ പ്രധാന ഇമ്പോർട്ടൻ്റ് സബ് ഡിവിഷൻ ഓഫ് ജേണൽ എന്ന് പറയുന്നത് ഒന്ന് ക്യാഷ് ബുക്ക്. അപ്പോൾ നമ്മൾ ചില ട്രാൻസാക്ഷൻ ജേണൽ എഴുതാതെ ഡയറക്റ്റ് ക്യാഷ് ബുക്ക് മുഖാന്തരം സബ് ഡിവിഷൻസ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലെഡ്ജർ പോസ്റ്റിംഗ് ചെയ്യുന്നത് ആ സബ് ഡിവിഷനിൽ നിന്ന് ക്യാഷ് ബുക്ക് ചെയ്യുന്നതായിരിക്കും പോസ്റ്റ് ചെയ്യുക. സിമിലർലി നമ്മളിപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, ഇങ്ങനെയുള്ള ഡേ ബുക്സ് സബ്സിഡറി ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അവിടെ നിന്നുള്ള പോസ്റ്റിങ്ങും നേരെ ലെഡ്ജർ അക്കൗണ്ടിലോട്ടാണ് വരുന്നത്. അത് എൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോകളിൽ ഈ സബ് ഡിവിഷൻസ് ഓഫ് ജേണൽ പഠിക്കുന്ന കൂട്ടത്തിൽ ആ സബ് ഡിവിഷനിൽ നിന്ന് നമുക്ക് എങ്ങനെ ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യാം, അതിൻ്റെ എഫക്റ്റ് എങ്ങനെ ട്രയൽ ബാലൻസ് വരുന്നു എന്നുള്ള കാര്യം കൂടി പരിശോധിക്കുക. അതിനുള്ള ഒരു ഗൈഡ് ലൈൻസും കൂടി എൻ്റെ വരുന്ന വീഡിയോയിൽ കൂടി ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ട ലെഡ്ജർ. അപ്പോൾ ഈ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ഇതാണ്. നമ്മൾ ലെഡ്ജർ അക്കൗണ്ടിൽ വരുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അക്കൗണ്ടിനെ 2 പാർട്ടായിട്ട് തിരിക്കുന്നു. നമ്മൾ 2 പാർട്ടായിട്ട് അക്കൗണ്ട്സിനെ തിരിക്കുന്നു. ഇത്രയും കണ്ട ഭാഗം എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡാണ്, അതുപോലെ റൈറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ അക്കൗണ്ട് നമ്മളൊരു ഫുൾ പേജിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ലെഫ്റ്റ് പോർഷൻ ഡെബിറ്റ് സൈഡ്, റൈറ്റ് പോർഷൻ ക്രെഡിറ്റ് സൈഡ്. എന്നിട്ട് ബോത്ത് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും കോളംസ് എല്ലാം സെയിം തന്നെയാണ്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട്. ഓക്കെ, സെയിം തിങ് തന്നെയാണ് നമ്മൾ ക്രെഡിറ്റ് സൈഡിലും വരുന്നത്. ഇതാണ് ലെഡ്ജറിൻ്റെ ഫോർമാറ്റ്. ക്ലിയർ ആയല്ലോ? ഇനി
നമുക്ക് ഈ ലെഡ്ജറിലോട്ട് എങ്ങനെ പോസ്റ്റ് ചെയ്യും നമ്മൾ നോക്കാം. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇവിടെ വർക്കൗട്ട് ചെയ്ത അതേ JNL വൗച്ചർ തന്നെ ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ ട്രയൽ ബാലൻസ് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ ട്രയൽ ബാലൻസ് എടുക്കാം എന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്ത ജേണൽ എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ വർക്കൗട്ട് ചെയ്ത ജേണൽ. ഓക്കെ, അതിൽ January 1 അവിടെ ഫസ്റ്റ് അനീഷ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. അപ്പോൾ നമ്മൾ എഴുതിയ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ, ഇതാണ് ജേണൽ. അതുപോലെ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ നമ്മൾ ഈ ലെഡ്ജർ പോസ്റ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ജോലി, നമ്മൾ ഇതുപോലെ ജേണൽ എൻട്രീസ് പരിശോധിച്ചിട്ട് നമുക്ക് എത്ര അക്കൗണ്ട്സ് വരയ്ക്കണം, ഒരു ഉദ്ദേശം അക്കൗണ്ട്സിൻ്റെ ഒരു നമ്പർ എടുത്ത് നമ്മൾ ലെഡ്ജർ അക്കൗണ്ട്സ് എല്ലാം റെഡിയാക്കി ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ പോസ്റ്റിംഗ് തുടങ്ങാവൂ. അല്ലാതെ നമ്മൾ ഓരോ പാർട്ട് ലെഡ്ജർ വരച്ച് നമ്മൾ കുറേശ്ശെ പോസ്റ്റ് ചെയ്താൽ രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, നമുക്ക് ടൈം വേസ്റ്റ് ആണ്. അനദർ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് പോസ്റ്റിങ്ങിനകത്ത് തെറ്റ് വരാനുള്ള സാധ്യത കൂടും. അതുകൊണ്ട് എപ്പോഴും ജേണലിൽ നിന്ന് ലെഡ്ജർ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആവശ്യമുള്ള അക്കൗണ്ട്സ് ആദ്യമേ നമ്മൾ വരച്ച് റെഡിയാക്കിയതിന് ശേഷം പോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഉത്തമം. അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് പ്രധാനമായിട്ട് വരയ്ക്കേണ്ട അക്കൗണ്ട് ഒന്ന് ക്യാഷ് അക്കൗണ്ട്, ക്ലിയർ ആയല്ലോ. അതുപോലെ ക്യാപിറ്റൽ രണ്ടാമത്തെ അക്കൗണ്ട്, പിന്നെ ഫർണിച്ചർ, ബാങ്ക്. നമ്മൾ ഒരു അക്കൗണ്ട് ഒരു പ്രാവശ്യം വരച്ചാൽ മതി. ക്യാഷ് ഒരു പ്രാവശ്യം വരച്ചു, പിന്നെ വേറെ ക്യാഷ് വന്നാൽ നമ്മൾ വരയ്ക്കണം. ഒറ്റ അക്കൗണ്ടിൽ തന്നെയാണ് ക്യാഷിൻ്റെ എല്ലാം പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് വരയ്ക്കണം, ബാങ്ക് അക്കൗണ്ട്, ദെൻ പർച്ചേസ് അക്കൗണ്ട്, റോയ് അക്കൗണ്ട്, അതുപോലെ സെയിൽസ് അക്കൗണ്ട്, മോഹൻസ് അക്കൗണ്ട്, സ്റ്റേഷനറി, റെൻറ്റ്, സാലറി, ഡ്രോയിങ്സ്, ഇത്രയും അക്കൗണ്ട്സാണ് നമുക്ക് പ്രധാനമായിട്ട് വരയ്ക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ആദ്യം നമ്മൾ ലെഡ്ജർ വരച്ചിട്ട് ഇതുപോലെ ഹെഡിങ് കൊടുക്കുക. അപ്പോൾ ഒന്നാമത്തെ അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട്. നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഹെഡിങ് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ സെൻറ്റർ കണക്കാക്കി വേണം ഹെഡിങ് കൊടുക്കാൻ. അപ്പോൾ ലെഡ്ജറിൻ്റെ സെൻറ്ററിൽ നമ്മൾ ക്യാഷ് എന്ന് എഴുതിയിട്ട് അക്കൗണ്ട് പേര് കൊടുക്കുക. ഇപ്പോൾ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ക്യാഷിലൊക്കെ നമുക്ക് കൂടുതൽ പോസ്റ്റിംഗ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ ഗ്യാപ്പ് വിടേണ്ടി വരും. ഈ സൈഡിൽ നമുക്ക് കുറച്ച് ഗ്യാപ്പ് കൂടുതൽ വിടേണ്ടി വരും. ഇപ്പം മിക്കവാറും നമുക്ക് അക്കൗണ്ട് കൂടുതൽ പോസ്റ്റിംഗ് വരാൻ സാധ്യതയുള്ള പ്രധാനമായിട്ട് വരുന്ന അക്കൗണ്ട് ക്യാഷ്, പിന്നെ രണ്ടാമത് വരാൻ സാധ്യതയുള്ള ബാങ്ക്, പർച്ചേസ്, സെയിൽസ്. ഇത്രയും അക്കൗണ്ടിലായിരിക്കും കൂടുതൽ പോസ്റ്റിങ്ങിൻ്റെ എണ്ണം കൂടുതൽ വരാൻ സാധ്യത. അപ്പം അങ്ങനെയുള്ള അക്കൗണ്ട് നമ്മൾ വരയ്ക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് കൂടുതൽ, നമ്മൾ ഈ ഏരിയ പർട്ടിക്കുലർ ഇത്രയും താഴോട്ടുള്ള റോ കൂടുതൽ പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്ഥലം വിടുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എല്ലാ അക്കൗണ്ടും വരച്ച അക്കൗണ്ടിനെല്ലാം ഒന്ന് ക്യാഷ് അക്കൗണ്ട്, അതുപോലെ അടുത്ത് നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ അക്കൗണ്ട്, ഫർണിച്ചർ അക്കൗണ്ട്, അതുപോലെ ബാങ്ക് അക്കൗണ്ട്, ദെൻ പർച്ചേസ് അക്കൗണ്ട്, റോയിസ് അക്കൗണ്ട്. ഇതുപോലെ നമുക്ക് ആ ജേണലിലുള്ള എല്ലാ ലെഡ്ജർ അക്കൗണ്ടും നമ്മൾ റെഡിയാക്കുക. സെയിൽസ് അക്കൗണ്ട്, മോഹൻസ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ അക്കൗണ്ട് എല്ലാം റെഡി ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ പോസ്റ്റിംഗ് തുടങ്ങാവൂ. ഓക്കെ, അപ്പോൾ എല്ലാ അക്കൗണ്ടും ആദ്യമായിട്ട് വരയ്ക്കുക. എന്നിട്ട് നമ്മുടെ അടുത്ത ജോലി ഇത് നമ്മൾ പോസ്റ്റിംഗ് എങ്ങനെ ചെയ്യുന്നു എന്ന് പരിശോധിക്കാം. അപ്പോൾ ആദ്യം മനസ്സിലായല്ലോ, നമ്മൾ ജേണൽ നോക്കിയിട്ട് എത്ര അക്കൗണ്ട് വേണം അത്രയും അക്കൗണ്ട് റെഡിയാക്കുക. ഇനി പോസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. അതിനകത്ത് വേറെ ഒന്നുമില്ല. നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒന്നോ രണ്ടോ എങ്ങനെ പോസ്റ്റ് ചെയ്യണം എന്ന് നമ്മൾ ഒരു ടെക്നിക്ക് മനസ്സിലാക്കിയാൽ ഇതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പോസ്റ്റിങ്ങിൽ നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ആദ്യം നമുക്ക് വേണ്ടത് ഇത് ഡേറ്റ്, പിന്നെ ഏതാ ഡെബിറ്റ്, ഏത് അക്കൗണ്ടാണോ ഡെബിറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. അപ്പോൾ ഡെബിറ്റ് ചെയ്ത അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് ആണ്, സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം പോകേണ്ടത് ലെഡ്ജർ എന്ന് പറയുന്ന ക്യാഷ് അക്കൗണ്ടിലോട്ട് പോകണം. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ പോയിട്ട് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഡേറ്റ് എഴുതുക. ആദ്യം നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഡേറ്റ് January 1. ഓക്കെ, January 1. എന്നിട്ട് ഓപ്പോസിറ്റ് എലിമെൻ്റ് എഴുതാവും. നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റലാണ് ജാലറി. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പോയിട്ട് ഡേറ്റ് എഴുതുക, എന്നിട്ട് ടു ക്യാപിറ്റൽ, എന്നിട്ട് ആ എമൗണ്ട് എത്രയാണെന്ന് 65,000 എഴുതുക. എന്നിട്ട് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഗോസ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മൾ നേരെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ പോയിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് നമ്മൾ ഡേറ്റ് എഴുതുക. എന്നിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഓപ്പോസിറ്റ് എലിമെൻ്റ് എന്തായിരിക്കും? ക്യാഷ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ്.
അപ്പോൾ ഈ ലെഡ്ജറിൽ ഡെബിറ്റിൽ 2ഉം ക്രെഡിറ്റിൽ ബൈയും നമുക്ക് സാധാരണ ഉപയോഗിക്കാം, മുമ്പ് തൊട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു ശീലമാണ്. നമുക്ക് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ നമുക്കത് കമ്പൽസറി അല്ല, 2 ബൈ ആ നിർബന്ധമില്ല, വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യുന്നത് എൻട്രി മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ, അപ്പോൾ നമ്മൾ ആദ്യം ക്യാഷ് അക്കൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ പോയിട്ട് ടു ക്യാപിറ്റൽ, എന്നിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത എൻട്രി നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്ലിയർ ആയല്ലോ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. രണ്ടാമത്തെ നമ്മൾ പോവുകയാണെങ്കിൽ January 3 ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ നമ്മൾ ആദ്യം പോകേണ്ടത് ഫർണിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ്. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ പോയിട്ട് ഫർണിച്ചർ അക്കൗണ്ട്, ഓക്കെ, ഫർണിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ പോയിട്ട് January 3 നമ്മൾ ഡേറ്റ് കൊടുക്കുക, ഓപ്പോസിറ്റ് എലിമെൻറ്റ് ടു ക്യാഷ് എമൗണ്ട് എഴുതുക. ദെൻ നമ്മൾ തിരിച്ച് ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ പോയിട്ട് January 3 ബൈ ഫർണിച്ചർ ഓപ്പോസിറ്റ് എലിമെൻറ്റ് എഴുതാം. ഇപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു ജേണൽ വായിച്ചിട്ട് ജേണലിൻ്റെ ഡെബിറ്റ് ചെയ്ത ഹെഡിൻ്റെ ലെഫ്റ്റ് സൈഡ്, പക്ഷേ എഴുതുമ്പോൾ ഓപ്പോസിറ്റ് എലിമെൻറ്റ് എഴുതാം. അതുപോലെ ക്രെഡിറ്റ് ചെയ്ത ഹെഡിൻ്റെ റൈറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡിൽ ബൈ ഓപ്പോസിറ്റ് എലിമെൻറ്റ് എഴുതാം. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ജേണൽ ഇതുപോലെ പോസ്റ്റ് ചെയ്യുക. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ പോസ്റ്റിംഗ് വരുമ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ആദ്യത്തെ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. അപ്പോൾ ആദ്യം ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ്, അതായത് ലെഫ്റ്റ് സൈഡിൽ പോയിട്ട് നമ്മൾ ടു ക്യാപിറ്റൽ, ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നെക്സ്റ്റ് പോകേണ്ട അവിടെ ടു ക്യാപിറ്റൽ എഴുതി. ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് റൈറ്റ് സൈഡിൽ പോയിട്ട് ഓപ്പോസിറ്റ് എലിമെൻ്റ് ഏതാ, ബൈ ക്യാഷ്. അതുപോലെ ഇവിടെ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ നമ്മൾ ഫർണിച്ചർ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ പോയിട്ട് ടു ക്യാഷ്, ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഫർണിച്ചർ. അതുപോലെ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ നമ്മൾ ആദ്യം ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡേറ്റ് എഴുതുക, എന്നിട്ട് ബാങ്ക് അക്കൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡ് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ്, ക്യാഷ് അക്കൗണ്ടിൻ്റെ റൈറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാങ്ക്. ഓക്കെ, അതുപോലെ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു റോൾ. ഇങ്ങനെ നമ്മൾ ഓരോ ജേണലും ഇതുപോലെ ഓരോ അക്കൗണ്ട് ഏത് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു അതിൻ്റെ ലെഫ്റ്റ് സൈഡ്, ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ റൈറ്റ് സൈഡ്. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പോസ്റ്റ് ചെയ്യുക. ഇത് നമ്മളെപ്പോഴും ലെഡ്ജറെല്ലാം വരച്ച് റെഡിയാക്കി ഇട്ടിട്ട് ഓരോ എൻട്രിയുടെ ഡെബിറ്റും ക്രെഡിറ്റും പോസ്റ്റ് ചെയ്താൽ നമുക്ക് മിസ്റ്റേക്ക് എറർ വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ലെഡ്ജർ പോസ്റ്റിംഗ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിത് ബാലൻസ് ചെയ്തിട്ട് ആ ഡിഫറൻസ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് നോക്കിയാൽ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. ഇവിടെ പോസ്റ്റിംഗ് എറർ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളൊരു അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് എഴുതുന്ന ഫിഗർ സെയിം ആണ് വേറെ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ പോകുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഡിഫറൻസ് വരികയോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ അഫക്റ്റ് ട്രയൽ ബാലൻസ്. അപ്പോൾ ട്രയൽ ബാലൻസിൻ്റെ രണ്ട് സൈഡ് നമുക്ക് വേരിയേഷൻ കാണും. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് പോസ്റ്റ് ചെയ്ത് വേറെ സ്ഥലത്ത് എറർ വരുന്നു, അങ്ങനെയുള്ള മിസ്റ്റേക്ക് നമുക്ക് ട്രയൽ ബാലൻസിൽ കൂടി റിഫ്ലക്റ്റ് ചെയ്യും. അതർവൈസ് ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു ജേണൽ ഒമിഷൻ വന്നിട്ടുണ്ടെങ്കിൽ, പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ട്രയൽ ബാലൻസിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യില്ല. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ ട്രയൽ ബാലൻസിൻ്റെ നമ്മൾ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വിശദമായിട്ട് പഠിക്കാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് ലെഡ്ജർ പോസ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഏത് ജേണറി ആണോ എഴുതിയാലും ഏത് ജേണറി എടുത്താലും ഡെബിറ്റ് ചെയ്ത ഹെഡ് ആദ്യം ആ ഹെഡിൽ പോയിട്ട് ലെഫ്റ്റ് സൈഡിൽ ഏത് ഹെഡാണോ ക്രെഡിറ്റ് ചെയ്തേക്കുന്നത് അത് വേണം എഴുതാൻ. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ്. ഇങ്ങനെ നമ്മൾ ജേണൽ എൻട്രി എല്ലാം പൂർത്തിയാക്കും, പോസ്റ്റിംഗ് കംപ്ലീറ്റ് ആക്കുക. ക്ലിയർ ആയല്ലോ. ദെൻ ഇനി നമുക്കത് ബാലൻസിങ് എങ്ങനെയാണ് ബാലൻസ് ചെയ്യാന്നുള്ള പരിശോധിക്കാം. ക്ലിയർ ആയല്ലോ. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് നമ്മൾ അക്കൗണ്ടെല്ലാം ക്ലോസ് ചെയ്തു, അക്കൗണ്ടിലെല്ലാം പോസ്റ്റിംഗ് പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മളെ ക്യാഷ് അക്കൗണ്ടിൽ നമുക്ക് ഇത്രയും പോസ്റ്റിംഗ് വന്നു. ഡെബിറ്റ് സൈഡ് ടു ക്യാപിറ്റൽ, ടു സെയിൽസ്, ടു ബാങ്ക്, ടു സെയിൽസ് ഇത്രയും വന്നിട്ടുണ്ട്. ക്രെഡിറ്റ് സൈഡ് ബൈ ഫർണിച്ചർ, ബാങ്ക്, ഇങ്ങനെ കുറേ പോസ്റ്റിംഗ് വന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ജോലി എന്താണെന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡും ഡെബിറ്റ് സൈഡിൽ ഇത്രയും എമൗണ്ട് വന്നിട്ടുണ്ട്, ഡെബിറ്റ് സൈഡ് നമുക്ക് കിടക്കുന്ന ഇത്രയും എമൗണ്ട് വന്നിട്ടുണ്ട് അല്ലേ. ഡെബിറ്റ് സൈഡ് ഇത്രയും എമൗണ്ട് ഉണ്ട്, ക്രെഡിറ്റ് സൈഡ് ഈ ഇത്രയും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് സൈഡും കമ്പയർ ചെയ്യണം. രണ്ട് സൈഡും കമ്പയർ ചെയ്തിട്ട് ഏത് സൈഡാണോ എമൗണ്ട് കൂടുതലുള്ളത്, എമൗണ്ട് കൂടുതൽ, നമ്പർ ഓഫ് ഐറ്റംസ് അല്ല, എമൗണ്ട് ഏത് സൈഡാണോ കൂടുതൽ അത് കൂട്ടി എഴുതുക. അപ്പോൾ നമുക്ക് ഈ സൈഡ് എടുക്കുമ്പോൾ നമുക്ക് 71,500 വരും.
ഇവിടെ അത്രയൊന്നും വരില്ല അല്ലേ, 23 ഒക്കെ വരുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സൈഡ് കൂടുക, അപ്പോൾ 70, 65 അല്ല 71,500. അപ്പോൾ സെയിം ടോട്ടൽ തന്നെ നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതണം. അപ്പോൾ ഏത് ഈ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ കൂട്ടി എഴുതുക, സെയിം ടോട്ടൽ റൈറ്റ് സൈഡ് എഴുതുക. എന്നിട്ട് ഈ ടോട്ടലിൽ നിന്ന് നമ്മൾ ഇവിടെയുള്ള ഇത്രയും ഫിഗർ കുറയ്ക്കുക. കുറച്ച് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ബാലൻസ് ക്യാരി ഡൗൺ. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് സപ്പോസ് എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ നമുക്ക് റെസീറ്റ് ആണല്ലോ ക്യാഷ് ബുക്കിൻ്റെ, ക്യാഷ് അക്കൗണ്ട് സംബന്ധിച്ച് ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് റെസീറ്റ് ആയിരിക്കും വരിക. അപ്പോൾ ക്യാഷ് ബുക്കിൽ നമുക്ക് റെസീറ്റിൽ സപ്പോസ് 1 lakh rupees കിട്ടി. ഇവിടെ നമ്മൾ എല്ലാ എക്സ്പെൻസ് എല്ലാം കൂടെ 80,000 ചിലവായെന്ന് വയ്ക്കുക. വാട്ട് ഈസ് ദ ക്ലോസിംഗ് ബാലൻസ്? 20,000. അത്രയേ ഉള്ളൂ ബാലൻസ് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, 71,500 ഇത്രയും ഐറ്റം കുറയ്ക്കണം. ഇത്രയും ഐറ്റം കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും ക്ലോസിംഗ് ബാലൻസ്. ഇത് നമ്മൾ അടുത്ത ബിഗിനിങ്ങിലോട്ട് ബ്രോഡ് ഔട്ട് ചെയ്യണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ ലെഡ്ജർ ബാലൻസിങ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ +1 സ്റ്റുഡൻറ്റ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ISC സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് നമുക്ക് കാൽക്കുലേറ്റർ പെർമിസിബിൾ ആണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ലെഡ്ജർ ബാലൻസ് ചെയ്യാനൊക്കെ കുറച്ച് സൗകര്യമായിരിക്കും, കാരണം കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് കുറച്ചും കൂടെ സ്പീഡ് കിട്ടും. അപ്പോൾ അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 71,500 ടോട്ടൽ എഴുതിയിട്ട് അതിൽ നിന്ന് ഈ പറഞ്ഞ ഐറ്റം ഓരോന്ന് ഇൻഡിവിജ്വലി കാൽക്കുലേറ്റർ മൈനസ് ചെയ്ത് പോയാൽ നമുക്ക് ഈ ഫിഗർ കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഈ ഇത്രയും സം എടുക്കുക, എന്നിട്ട് ഈ 71,500 തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. അപ്പോൾ 2 ഓപ്ഷനും നമുക്ക് കറക്റ്റ് എങ്ങനെ വേണേലും ചെയ്യാം. ഇനി CBSE സ്റ്റുഡൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ CBSE സ്റ്റുഡൻസിന് കാൽക്കുലേറ്റർ പെർമിസിബിൾ അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ അല്ലേ, ഈ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാന്ന് പറഞ്ഞപ്പോൾ സാധാരണ സ്റ്റുഡൻസ് പലരും ചെയ്യുന്ന രീതി എന്താണെന്ന് പറഞ്ഞാൽ ഈ ഫിഗർ എല്ലാം ഒന്നേന്ന് വേറെ സ്ഥലത്ത് കോപ്പി ചെയ്ത് അത് ഈ സം എടുത്തിട്ട് ഇത് ഡിഫറൻസ് ഒക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യും. ഒക്കെ അതിന് വളരെ ഒരു ഡേഞ്ചറസ് തിങ് എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് അക്കൗണ്ടൻസി സ്റ്റുഡൻസ് സംബന്ധിച്ച് ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം നമുക്ക് ടൈമിൻ്റെ അപാകതയാണ്. ടൈം കിട്ടില്ല, കിടന്ന് ധൃതി പിടിച്ച് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ വരെ തെറ്റുന്ന ഒരു അവസ്ഥയിലോട്ട് പോകും. അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ CBSE സ്റ്റുഡൻസിന് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്, ഈ ലെഡ്ജറൊക്കെ എഴുതുമ്പോൾ ഈ ലെഡ്ജറിൽ തന്നെ നമ്മൾ ഡയറക്റ്റ് ബാലൻസ് ചെയ്യാനായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്താൽ അവർക്ക് കുറേ ടൈം സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഇത് സാധാരണ ആൾക്കാരെല്ലാവരും ചെയ്യുന്നതാണ്, എങ്കിലും ഞാൻ ഒരു പ്രാവശ്യം ഈ CBSE സ്റ്റുഡൻസിന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് വല്ലതും കാണുകയാണെങ്കിൽ അവർക്കിത് പ്രയോജനപ്പെടാൻ വേണ്ടി ഞാൻ ഒന്നും കൂടി ഇത് ബാലൻസ് ചെയ്യുന്ന ടെക്നിക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡെബിറ്റ് സൈഡ് കൂട്ടി 71,500, അതിനകത്ത് സംശയമൊന്നുമില്ലല്ലോ. ആ സെയിം ഫിഗർ തന്നെ ക്രെഡിറ്റ് സൈഡിൽ 71,500. അപ്പോൾ നമുക്കിവിടെ ഈ ഡിഫറൻസ് എന്ന് പറയുന്ന ഇത്രയും ഫിഗറിനോടൊപ്പം എത്ര കൂട്ടിയാൽ ഈ ഫിഗർ കിട്ടും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മളിവിടെ ബാലൻസ് ചെയ്യുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഫസ്റ്റ് ഡിജിറ്റ് നോക്കുക, 0, എല്ലാ 0 ആണ്. അപ്പോൾ ഇവിടെ 0 ഇടുക, 0. ഓക്കെ, ഇനി രണ്ടാമത്തെ ഡിജിറ്റ് എല്ലാ 0, ഇവിടെ 6നോടൊപ്പം എത്ര കൂട്ടിയാൽ ഇവിടെ 10 കിട്ടും. 6നോട് എത്ര കൂട്ടിയാൽ 10, 6 + 4 ബട്ട് 10, ദെൻ ബാലൻസ് 1. ഇനി തേർഡ് ഡിജിറ്റ് നോക്കുക, തേർഡ് ഡിജിറ്റ് നമ്മൾ പരിശോധിച്ചാൽ 5 + 1 6 + 2 8, 8 + 5 13, 8 + 5 13. അപ്പോൾ 13ൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ 5 കിട്ടും. 13 + 2 15. ഓക്കെ, ദെൻ ബാലൻസ് 1, 5 + 1 6 10 13 14 + 5 19. 19നോടൊപ്പം എത്ര കൂട്ടിയാൽ 1 വരും. 19 + 2 21. ഓക്കെ, ബാലൻസ് 2 + 1 3, 3യോടൊപ്പം 4 കൂട്ടുമ്പോൾ 7, 42 240. ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെ ബാലൻസ് ചെയ്താൽ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വളരെ ഈസിയാണ്. ഇതിനകത്ത് ബാലൻസിങ്ങിന് നമുക്ക് ഒരു ടൈം ഈവൻ കാൽക്കുലേറ്റർ ചെയ്യുന്ന അതിനേക്കാളും സ്പീഡിൽ നമുക്ക് ഈ ബാലൻസിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ CBSE സ്റ്റുഡൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഇങ്ങനെയുള്ള അവസരം, ബിക്കോസ് അവർക്ക് ക്വസ്റ്റ്യനകത്ത് ലെഡ്ജർ അല്ലെങ്കിലും ബാക്കി ഇപ്പോൾ ട്രേഡിംഗ് ഫൈനൽ അക്കൗണ്ടും മറ്റുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ, ഇപ്പോൾ ക്യാഷ് ബുക്ക്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ലെഡ്ജർ ബാലൻസ് ചെയ്യേണ്ട കണക്കുകൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അവർ ഈ സിസ്റ്റം പഠിച്ചു വെച്ചാൽ അവർക്ക് ടൈം വളരെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ക്യാഷ് ഇങ്ങനെയാണ് നമ്മൾ ലെഡ്ജർ ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ലെഡ്ജറിൻ്റെ 2 സൈഡും കമ്പയർ ചെയ്ത് ഏത് സൈഡിലാണോ എമൗണ്ട് കൂടുതൽ
കുറവുള്ള സ്ഥലത്ത് നമ്മൾ ഒരു ഐറ്റം എഴുതാൻ കമ്പൽസറി ആയിട്ട് സ്ഥലം വിടണം. ബാലൻസ് ക്യാരി ഡൗൺ എഴുതാൻ സ്ഥലം വിട്ടിട്ട് ടോട്ടലിന് വരെ ഇടാവും. ടോട്ടലിന് വരെ ഇടുന്ന രണ്ടും ഒരേ ലെവലായിരിക്കണം. എന്നിട്ട് നമ്മൾ ടോട്ടൽ കൂട്ടി എഴുതിയിട്ട് കുറവുള്ള സ്ഥലത്ത് അത്രയും കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിഫറൻസ് ആയിരിക്കും ബാലൻസ് ക്യാരി ഡൗൺ. അത് ബ്രോഡ് ഡൗൺ. അപ്പോൾ ഈ അക്കൗണ്ടിന് ബ്രോഡ് ഡൗൺ വരുമ്പോൾ ഡെബിറ്റ് സൈഡിലാണ് വന്നത്. ഈ അക്കൗണ്ടിന് നമുക്ക് ഡെബിറ്റ് ബാലൻസ് എന്ന് പറയാം. ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ഇത്രയും രൂപ. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് പരിശോധിക്കാം. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട്, അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്ത് നോക്കിയേ, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഒറ്റ പോസ്റ്റിങ്ങേ ഉള്ളൂ. ബൈ ക്യാഷ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ വേറെ പോസ്റ്റിംഗ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ക്രെഡിറ്റ് സൈഡ് തന്നെ കൂട്ടി എഴുതുക 65,000. സെയിം ഫിഗർ തന്നെ ഡെബിറ്റിലും എഴുതുക 65. അപ്പോൾ നമുക്ക് ടോട്ടൽ രണ്ട് സെയിം ആണ്. വേറെ ഇപ്പോൾ നമ്മളിവിടെ 65,000 സെയിം 65,000. അപ്പോൾ ഇവിടെ ഒരു ഐറ്റവും ഇല്ല, ഇവിടെ വേറെ ഐറ്റം ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ സെയിം ഫിഗർ തന്നെ ഇവിടെ നമ്മൾ എഴുതിയിട്ട് ബാലൻസ് ക്യാരി ഡൗൺ. പിന്നെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യനകത്ത്, ഈ തന്ന എക്സാമ്പിളിനകത്ത് ഞാൻ ഇട്ടേക്കുന്ന ഒരു ജനുവരിയിലെ കുറേ ട്രാൻസാക്ഷനാണ്. അപ്പോൾ നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് ജനുവരി 31 അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതായിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ക്യാരി ഡൗൺ എഴുതുന്നത് എപ്പോഴും ക്ലോസിംഗ് ഡേറ്റ് ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് ബ്രോഡ് ഡൗൺ ചെയ്യുന്നത് ബിഗിനിങ് ഓഫ് നെക്സ്റ്റ് മന്ത് ബിഗിനിങ്ങിലായിരിക്കും നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഡേറ്റ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ക്യാപിറ്റൽ ഒരു ഐറ്റം ആണെങ്കിലും നമ്മൾ ഏത് സൈഡാണോ കൂടുതൽ കൂട്ടിയത് സെയിം തന്നെ ക്യാരി ഡൗൺ ഡെബിറ്റിൽ കെട്ടിൽ എഴുതാം. കിട്ടിയോ? അതുപോലെ അടുത്ത ഫർണിച്ചർ അക്കൗണ്ടും ഡെബിറ്റ് സൈഡിൽ ഒരു പോസ്റ്റിങ്ങേ ഉള്ളൂ 5,000. സെയിം 5,000 ഇപ്പോൾ എഴുതുക. അപ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ 5,000 തന്നെ ക്യാരി ഡൗൺ ബ്രോഡ് ഡൗൺ 5,000. ഇനി അടുത്തത് ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് രണ്ട് സൈഡും ഉണ്ട്. ഡെബിറ്റ് സൈഡ് ടു ക്യാഷ് 10,000, ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് 1,000. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ അറിയാം ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. അപ്പോൾ നമ്മൾ 10,000 എഴുതുക. ഈ സെയിം 10,000 തന്നെ ഇപ്പോൾ എഴുതുക. മനസ്സിലായോ? അപ്പോൾ ഈ 10,000 നമ്മൾ 1,000 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 9,000. ഇതാണ് ബാലൻസ് ക്യാരി ഡൗൺ, ബാലൻസ് ബ്രോഡ് ഡൗൺ. അതുപോലെ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് മാത്രമേ ഉള്ളൂ. നമ്മൾ ടോട്ടൽ കൂടുമ്പോൾ 17,000 ക്യാരി ഡൗൺ ബ്രോഡ് ഡൗൺ. അതുപോലെ റോയിഡ് അക്കൗണ്ടിൽ ക്രെഡിറ്റിൽ മാത്രമേ ഉള്ളൂ ബൈ പർച്ചേസ്. ഓക്കെ. അപ്പോൾ 5,000 കൂട്ടുമ്പോൾ ക്യാരി ഡൗൺ ബ്രോഡ് ഡൗൺ. സ്റ്റേഷനറി ഡെബിറ്റ് സൈഡ് 500 ക്യാരി ഡൗൺ ബ്രോഡ് ഡൗൺ. സെയിൽസ് ക്രെഡിറ്റ്സിലേ ഉള്ളൂ ക്യാരി ഡൗൺ ബ്രോഡ് ഡൗൺ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എല്ലാ അക്കൗണ്ടും ക്ലോസ് ചെയ്യുക. ഓക്കെ. എല്ലാ അക്കൗണ്ടും നമ്മൾ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ ബ്രോഡ് ഡൗൺ. അപ്പോൾ നമുക്ക് എല്ലാം വരച്ച അക്കൗണ്ടിലെല്ലാം നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട. അപ്പം നോർമലി നമുക്ക് ഈ അക്കൗണ്ട്സ് ഞാൻ പറഞ്ഞല്ലോ, അക്കൗണ്ട് ലെഡ്ജർ അക്കൗണ്ട്സ് നമ്മൾ പരിശോധിച്ചാൽ ഇതിനകത്ത് അസറ്റും ലൈബിലിറ്റീസും നോമിനൽ ഇൻകവും എക്സ്പെൻസും എല്ലാം വന്നിട്ടുണ്ട്. അപ്പം നോർമലി നമ്മൾ ഇൻകവും എക്സ്പെൻസ് അക്കൗണ്ട് ലെഡ്ജർ ക്ലോസ് ചെയ്യുമ്പോൾ സാധാരണ ഇയർ എൻഡിലാണെങ്കിൽ പിന്നെ നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യാറില്ല. സാധാരണ നമ്മൾ അക്കൗണ്ട് എക്സ്പെൻസും ഇൻകവും എല്ലാം അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഡിഫറൻസ് എത്ര വരുന്നു ടു ബി ട്രാൻസ്ഫേർഡ് ടു ട്രേഡിംഗ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഇൻകവും സാധാരണ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെ നമ്മൾ ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് വല്ലതും ഉണ്ടെങ്കിൽ ട്രാൻസ്ഫേർഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. അതാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഈ ക്വസ്റ്റിനകത്ത് ഞാൻ ഇട്ടേക്കുന്നത് നമുക്കൊരു ലെഡ്ജർ ബാലൻസ് ചെയ്യുമ്പോൾ മന്ത്ലി ക്ലോസ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഓരോ മാസത്തെ നമ്മൾ ബാലൻസ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നതായിട്ട് അസംഷൻ്റെ പുറത്താണ് ചെയ്തേക്കുന്നത്. ഇവിടെ ഞാൻ എല്ലാ അക്കൗണ്ടും ക്ലോസ് ചെയ്തേക്കുന്നത്. എൻ്റെ അസറ്റും ലൈബിലിറ്റിയും ഇൻകോ എക്സ്പെൻസും എല്ലാം ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അടുത്ത ട്രയൽ ബാലൻസിലോട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് എന്ത് ബാലൻസ് ആണെന്നുള്ളത്. അപ്പോൾ ബാലൻസ് ബ്രോഡ് ഡൗൺ ഏത് സൈഡിൽ വരുന്നു ആ ബാലൻസ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡായിരുന്നു കൂടുതൽ. അപ്പോൾ നമ്മൾ കൂട്ടിയപ്പോൾ ഡെബിറ്റ് സൈഡ് ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് സൈഡായിരുന്നു കൂടുതൽ അല്ലേ? ഓക്കെ. ക്യാഷ് അക്കൗണ്ട് നമുക്ക് പറഞ്ഞു ഡെബിറ്റ് സൈഡായിരുന്നു കൂടുതൽ. ഓക്കെ. അപ്പോൾ ഈ ഡെബിറ്റ് സൈഡ് കൂടിയൊന്ന് ക്യാരി ഡൗൺ ക്രെഡിറ്റ് ഒന്ന് കണ്ടുപിടിച്ച് തിരിച്ച് ബ്രോഡ് ഡൗൺ ചെയ്യുന്ന ഡെബിറ്റ് സൈഡ്. അപ്പോൾ ഈ അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ്. അപ്പോൾ ബാലൻസ് ബ്രോഡ് ഡൗൺ ലെഫ്റ്റ് സൈഡിൽ വരികയാണെങ്കിൽ ഡെബിറ്റ് ബാലൻസ്, റൈറ്റ് സൈഡ് വരികയാണെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ്. ഇനി ഇത് നമ്മൾ എങ്ങനെ ട്രയൽ ബാലൻസിലോട്ട് എഴുതാം? അപ്പോൾ എന്താണ് ട്രയൽ ബാലൻസ്? അത് നമുക്ക് മനസ്സിലാക്കാം. വാട്ട് ഈസ് ട്രയൽ ബാലൻസ്?
ട്രയൽ ബാലൻസ്. ഇപ്പോൾ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ ബാലൻസസ് ഓർ ടോട്ടൽ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഓഫ് ആൾ അക്കൗണ്ട്സ് ഇൻ ദി ലെഡ്ജർ. ദാറ്റ് മീൻസ് നമുക്ക് ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന രണ്ട് രീതിക്ക് പ്രിപ്പയർ ചെയ്യാം. നമ്മളിപ്പോൾ കണ്ടു ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ടോട്ടൽ കൂട്ടി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, സെയിം ഫിഗർ എഴുതിയിട്ട് ക്രെഡിറ്റ് സൈഡ് ഡിഫറൻസ് എടുത്തിട്ട് നെറ്റ് ബാലൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ട്രയൽ ബാലൻസിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ആ നെറ്റ് ബാലൻസ് ഇപ്പോൾ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ, ഡെബിറ്റ് സൈഡ് ഡെബിറ്റ് ബാലൻസ് മാത്രം കാണിക്കാം. അല്ലെങ്കിൽ വേറൊരു ആൾട്ടർനേറ്റീവ് നമ്മൾ ക്യാഷ് എന്ന് എഴുതിയിട്ട് ട്രയൽ ബാലൻസിൽ രണ്ട് കോളമാണ് ഉള്ളത്. ട്രയൽ ബാലൻസിൽ ഡെബിറ്റും ഉണ്ട്, ഡെബിറ്റ് സൈഡും ഉണ്ട്, ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഓക്കെ, ട്രയൽ ബാലൻസിൽ നമ്മൾ ചെയ്യുന്നത് രണ്ട് ഹെഡാണ്, അക്കൗണ്ട് ഹെഡ് ഡെബിറ്റ് എമൗണ്ട് ക്രെഡിറ്റ് എമൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ നെറ്റ് ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് ഇപ്പോൾ നെറ്റ് ബാലൻസ് ആണെങ്കിൽ ഇപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആണ്, ഡെബിറ്റ് കോളത്തിൽ മാത്രം എഴുതിയാൽ മതി. ഇനി ഇവിടെ ഓർ ടോട്ടൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് മെത്തേഡ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ 71 സംതിങ് നമുക്ക് കിട്ടിയത് ഡെബിറ്റിൽ എഴുതും. അതുപോലെ ക്രെഡിറ്റ് സൈഡിൻ്റെ ടോട്ടൽ കണ്ടുപിടിച്ചിട്ട് അത് ക്രെഡിറ്റിലാണ്. അപ്പം നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചെയ്യുന്ന എഫക്റ്റ് തന്നെയായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. എ ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ ബാലൻസസ് ഓർ ടോട്ടൽ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഓഫ് ആൾ അക്കൗണ്ട്സ് ഇൻ ദി ലെഡ്ജർ with a view to verify the arithmetical accuracy of posting into the ledger accounts. നമ്മൾ മെയിൻലി ഇത് ഉദ്ദേശിക്കുന്നത് അരിത്തമെറ്റിക്കൽ ആക്യുറസി ഇൻ പോസ്റ്റിംഗ് ഇൻ ലെഡ്ജർ അക്കൗണ്ട്സ്. ഓക്കെ, ഇതാണ് ട്രയൽ ബാലൻസ്. അപ്പോൾ ഇനി നമുക്ക് മുകളിൽ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ട്രയൽ ബാലൻസ് എഴുതി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ട്രയൽ ബാലൻസിൻ്റെ ഫോർമാറ്റൊക്കെ വരച്ചിട്ടിട്ടുണ്ട്. ട്രയൽ ബാലൻസ് അക്കൗണ്ട് ഹെഡ് ഡെബിറ്റ് എമൗണ്ട് ക്രെഡിറ്റ് എമൗണ്ട് ഒക്കെ എഴുതി. എന്നിട്ട് നമ്മളിവിടെ നമ്മൾ ഇന്ന് ഇപ്പോൾ വരച്ച ക്വസ്റ്റ്യനകത്ത് ക്യാഷ് അക്കൗണ്ടിൽ എന്ത് ബാലൻസ് ആയിരുന്നു? ക്യാഷ് അക്കൗണ്ട് 42,240 ഡെബിറ്റ് ബാലൻസ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ ട്രയൽ ബാലൻസിൻ്റെ ക്യാഷ് എഴുതിയിട്ട് ക്യാഷ് ഡെബിറ്റ് സൈഡിൽ 42,240. അതുപോലെ ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് ബ്രോഡ് ഡൗൺ ക്രെഡിറ്റ് സൈഡിലാണ് വന്നത്, അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. അതുപോലെ ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് വന്നു. ഇങ്ങനെ നമ്മൾ ഓരോ അക്കൗണ്ടും ബ്രോഡ് ഡൗൺ ഡെബിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് എഴുതുക, ബ്രോഡ് ഡൗൺ ക്രെഡിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡ് എഴുതുക. നമ്മൾ ടോട്ടൽ നോക്കുമ്പോൾ 77.5 രണ്ട് സൈഡും ഈക്വൽ ആയി. ക്ലിയർ ആയോ? ഇതാണ് ട്രയൽ ബാലൻസ്. അപ്പോൾ നമ്മൾ ജേണൽ എങ്ങനെ എഴുതണം അത് എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടവർക്ക് നല്ല ക്ലിയർ ആയി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി ആ ജേണൽ നമ്മൾ എങ്ങനെ ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യും അതും വളരെ സിമ്പിളാണ്. ഏത് അക്കൗണ്ടാണോ ഡെബിറ്റ് ചെയ്തേക്കുന്നത് ആ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് ദാറ്റ് ഈസ് ഡെബിറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ ഓപ്പോസിറ്റ് എലിമെൻ്റ് എഴുതുക. അതുപോലെ ഏത് അക്കൗണ്ടാണോ ക്രെഡിറ്റ് ചെയ്തേക്കുന്നത് ആ ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് റൈറ്റ് സൈഡിൽ ഓപ്പോസിറ്റ് ഡെബിറ്റ് ചെയ്ത എലിമെൻ്റ് എഴുതുക. ഇതാണ് നമ്മൾ പോസ്റ്റിംഗ് ചെയ്യുന്നത്. പിന്നെ ബാലൻസിങ് നമ്മൾ രണ്ട് സൈഡും കമ്പയർ ചെയ്ത് ഏത് സൈഡാണോ കൂടുതൽ ആ ടോട്ടലിൽ സെയിം ടോട്ടൽ ഓപ്പോസിറ്റിൽ എഴുതുക. എന്നിട്ട് അവിടെ ക്രെഡിറ്റിൽ വൈറ്റിൽ ഐറ്റം ഉണ്ടെങ്കിൽ കുറയ്ക്കാം, അല്ലെങ്കിൽ ആ സെയിം ഫിഗർ തന്നെ ബാലൻസ് ക്യാരി ഡൗൺ ബ്രോഡ് ഡൗൺ വരും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ രണ്ട് ട്രയൽ ബാലൻസിൽ എഴുതി നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന നെറ്റ് ബാലൻസ് ട്രയൽ ബാലൻസിൽ എഴുതി കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ചെയ്ത ഫിഗേഴ്സ് ഒക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 100% ട്രയൽ ബാലൻസ് രണ്ട് സൈഡ് ടാലി ആകണം. ബിക്കോസ് നമ്മൾ ഡബിൾ എൻട്രി പ്രകാരമാണ് ജേണറി എഴുതിയത്, അത് പ്രകാരമാണ് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ടാലി ആകണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ വിടാൻ ഉദ്ദേശിച്ച എൻ്റെ ടോപ്പിക്കിലെ ആദ്യത്തെ പാർട്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ജേണറീസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ജേണറി എല്ലാം ഞാൻ മിക്കവാറും ഇട്ട ട്രാൻസാക്ഷനകത്തും നമുക്കൊരു ട്രാൻസാക്ഷനകത്ത് മാക്സിമം 2 എലിമെൻറ്റേ വന്നിട്ടുള്ളൂ, അതിൽ കൂടുതലൊന്നും വന്നിട്ടില്ല. ഇനി ചില ട്രാൻസാക്ഷനകത്ത് ഒരു ബിസിനസ് ട്രാൻസാക്ഷനകത്ത് ഇപ്പോൾ 2ൽ കൂടുതൽ എലിമെൻറ്റ് വരാൻ സാധ്യതയുള്ള ചില ഐറ്റംസ് ഉണ്ട്. ഓക്കെ, 2 കൂടുതൽ എലിമെൻ്റ് വരാൻ സാധ്യതയുള്ള ഐറ്റത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ പ്രത്യേകം എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഈ ഇതിൽ വരാൻ സാധ്യതയുള്ളൊരു ഐറ്റമാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ഈ കോമ്പൗണ്ട് ഡീൽ വരാൻ സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു സംഭവമാണ് ഈ ട്രേഡ് ഡിസ്കൗണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് നമുക്ക് 2 ടൈപ്പ് ഉണ്ട്, ട്രേഡ് ഡിസ്കൗണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ ട്രേഡ് ഡിസ്കൗണ്ട് മീൻസ് ഡിസ്കൗണ്ട് അലൗഡ് ബൈ സെല്ലർ ടു ദ ബയ്യർ.
ഇപ്പോൾ ഹോൾസെയിലർ റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മാനുഫാക്ചർ ഹോൾസെയിലർക്ക് ചിലപ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരാം. ഇത് ഈവൻ നമ്മൾ റീറ്റെയിൽ നമ്മളിപ്പോൾ സാധാരണ നമ്മൾ പോയി ഒരു കടയിൽ സാധനം മേടിക്കുമ്പോൾ ചിലപ്പോൾ വിൽ ഗെറ്റ് ഡിസ്കൗണ്ട് അല്ലേ സാധാരണ നമുക്ക് കിട്ടാം. അപ്പോൾ സംഭവിക്കാം. അപ്പോൾ ഡിസ്കൗണ്ട് അങ്ങനെ പ്രത്യേകിച്ച് കമ്പൽസറി ഒന്നുമില്ല ഇന്ന ആൾ കൊടുക്കണമെന്ന്. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ സാധനം പർച്ചേസ് അല്ലെങ്കിൽ സെയിൽസ് നടക്കുന്ന സമയത്ത് നമുക്ക് തരുന്ന ആ മൊത്തം പ്രൈസിൽ വരുന്ന ഡിഡക്ഷനെയാണ് നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് പർച്ചേസ് ഗുഡ്സ് ഫ്രം റോയ് ₹5,000 5,000 റുപ്പീസിൻ്റെ ഗുഡ്സ് റോയുടേത് വാങ്ങിച്ചു. ഹി അലൗഡ് 10% ഡിസ്കൗണ്ട്. അയാൾ 10%. ദാറ്റ് മീൻസ് റോയ് നമുക്ക് റോയ് നമുക്ക് ഒരു 10% 500 റുപ്പീസ് ഡിസ്കൗണ്ട് തന്നു. അപ്പോൾ ആക്ച്വലി നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട് എത്രയേ ഉള്ളൂ? 4,500. നമ്മൾ ആ 4,500 അക്കൗണ്ട് ചെയ്താൽ, ബിക്കോസ് ഇവിടെ നമ്മളിപ്പോൾ സാധനം വാങ്ങുന്നു അല്ലെ വിൽക്കുന്നു, ഇപ്പോൾ ഇവിടെ ഈ സമയം ട്രാൻസാക്ഷൻ ടു പ്ലേസ് ഇപ്പോഴാണ് അത് നടക്കുന്നത്. ഓക്കെ, ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് അവർ ഫിക്സ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഓൺലി 4,500. അതിന് മുമ്പുള്ള പ്രൈസ് നമ്മൾ ബോധരേണ്ട കാര്യമില്ല. അപ്പോൾ ജേണൽ എഴുതുമ്പോൾ നമ്മൾ നെറ്റ് എമൗണ്ട് ഇവിടെ പിന്നെ വേറെ ഡിസ്കൗണ്ട് നമ്മൾ ഡെബിറ്റോ ക്രെഡിറ്റോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇൻ കേസ് ഓഫ് ട്രേഡ് ഡിസ്കൗണ്ട്. ബിക്കോസ് ഈ ട്രാൻസാക്ഷൻ നടക്കുന്നത് അറ്റ് ദ ടൈം ഓഫ് ദ ട്രാൻസാക്ഷൻ ടു പ്ലേസ്. ആ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് വരുന്ന കുറവാണ്. അപ്പോൾ അയാൾ 5,000 വിലയിട്ട സാധനം നമുക്ക് തരുന്ന വില 4,500. അപ്പോൾ വി ആർ റിക്വയർഡ് ടു അക്കൗണ്ട് ഓൺലി ടു ദാറ്റ് എക്സ്റ്റെൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ പർച്ചേസ് ഗുഡ്സ് ഫ്രം റോയ്, നമ്മൾ നോർമൽ എൻട്രി ഗുഡ്സ് കംസ് ഇൻ, ഗുഡ്സിന് പകരം നമ്മൾ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. റോയ് ഗിവർ, റോയ് ക്രെഡിറ്റ് ആയി. യു ഹാവ് ടു റൈറ്റ് 4,500. പിന്നെ നറേഷനിൽ നമുക്ക് വേണമെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാം പർച്ചേസ് ഗുഡ്സ് ഫ്രം റോയ് അറ്റ് എ ട്രേഡ് ഡിസ്കൗണ്ട് 10%. ക്ലിയർ ആയോ? ഇനി അടുത്ത ടൈപ്പ് ഡിസ്കൗണ്ട് ഉണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട്. അപ്പോൾ ക്യാഷ് ഡിസ്കൗണ്ട് മീൻസ് ഡിസ്കൗണ്ട് അലൗഡ് ബൈ ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഒരാൾക്ക് കാശ് കിട്ടാനുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരാളുടെ ഇപ്പോൾ ബി എന്ന് പറയുന്ന നമ്മുടെ ഒരു ഡെറ്റേഴ്സിൻ്റെ ഒരു 1,000 റുപ്പീസ് കിട്ടാനുണ്ട് വയ്ക്കുക സപ്പോസ്. അപ്പോൾ ദാറ്റ് മീൻസ് 1,000 റുപ്പീസ് നമുക്ക് തരാനുണ്ട് ഇൻ അവർ ബുക്ക്. ആ ബിയുടെ അക്കൗണ്ടിൽ ടു ബാലൻസ് ബ്രോഡ് ഡൗൺ 1,000 നിപ്പുണ്ട്. ഈ സമയത്ത് മേ ബി ഈ ക്യാഷ് ഡിസ്കൗണ്ട് വരാൻ 2 റീസൺ ഉണ്ട്. ഒന്ന്, ക്യാഷ് ഡിസ്കൗണ്ട് വരാനുള്ള മെയിൻ റീസൺ ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഈ ഡെറ്റ് റിയലൈസേഷൻ ഫാസ്റ്റായിട്ട് നടക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. വേറൊരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നമുക്ക് എമർജൻസി ക്യാഷ് റിക്വയർമെൻറ്റ് വന്നു, അങ്ങനെ വരാം. ഈ 2 ഓപ്ഷനിൽ വരാം. അപ്പോൾ ഈ പറഞ്ഞ ബിയുടെ നമുക്ക് 1,000 റുപ്പീസ് കിട്ടാറുണ്ട്. നമുക്ക് എമർജൻസി അത്യാവശ്യം കാശ് വേണം, നമുക്ക് അത്യാവശ്യമുണ്ട്, നമ്മളുടൻ തന്നെ ബി വിളിച്ച് പറയണം വേഗം എമൗണ്ട് തരികയാണെങ്കിൽ ഞാൻ 50 റുപ്പീസ് കുറച്ച് തരാം. ഇപ്പം 950 തന്നാൽ ഇന്ന് എമൗണ്ട് സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ 950 തന്നാൽ മതി എന്ന് പറയുമ്പോൾ ബി സപ്പോസ് 950 ഇമ്മീഡിയറ്റ് ആയിട്ട് തരുന്നു എന്ന് വയ്ക്കുക. അപ്പോൾ നമ്മൾ ശരിക്കും 950 ബിയുടെ എന്ന് കിട്ടിയാൽ നമ്മൾ നോർമലി എഴുതുന്ന ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ടി ആയിരിക്കും, ബി എന്നായിരിക്കും എഴുതുക. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബി നമ്മൾ 950 ആയിരിക്കും എഴുതുക. അപ്പോൾ അങ്ങനെ 950 എഴുതിയാൽ എന്താ സംഭവിക്കുക? ഇപ്പോൾ ബിയുടെ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു ബാലൻസ് ബ്രോ ഡൗൺ 1,000 ഉണ്ട്. ഇപ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബി എഴുതുമ്പോൾ ബിയുടെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് 950 എഴുതിയാൽ അയാളുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്താൽ എഗെയിൻ 50 റുപ്പീസ് അവിടെ ബാലൻസ് കിടക്കും, ഡെബിറ്റ് ബാലൻസ് ബിയുടെ നിന്ന് കിട്ടാനുള്ളതായിട്ട് കിടക്കും. ഇനി നമുക്ക് ആ എമൗണ്ട് ആവശ്യപ്പെടാൻ പറ്റുമോ? നമ്മൾ വൺസ് യു അലൗഡ് ഡിസ്കൗണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ ഓഫർ ചെയ്ത സ്ഥിതിക്ക് ആ എമൗണ്ട് അവിടെ ഇട്ടിട്ട് പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ദാറ്റ് എമൗണ്ട് ഷുഡ് ബി റിട്ടേൺ ഓഫ്, നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യണം. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ക്യാഷ് ഡിസ്കൗണ്ട് റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുക്കണം, ആ എൻട്രിയുടെ കൂടെ എഴുതുന്നതായിരിക്കും നമുക്ക് സൗകര്യം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ 1,000 റുപ്പീസ് എൻ്റെ അടുത്ത് 950 തരികയാണെങ്കിൽ ക്യാഷ് 950 ഡിസ്കൗണ്ട് 50 ചേർത്ത് അയാളെ എൻട്രി. ക്ലിയർ ആയോ? ഇപ്പോൾ ഇങ്ങനെ എഴുതാം. അപ്പോൾ ക്യാഷ് ഡിസ്കൗണ്ട് നമ്മുടെ ബുക്കിൽ എൻട്രി വരും, ബുക്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഡിസ്കൗണ്ട് നമ്മൾ റിസീവ് ചെയ്യുന്ന സമയത്ത് വി ആർ അലവിങ് ഡിസ്കൗണ്ട്, അതിന് നമ്മൾ പറയും ഡിസ്കൗണ്ട് അലൗഡ്. അപ്പോൾ ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞാൽ ഇസ് എ ലോസ് ആയതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇനി നമ്മൾ ഒരാൾക്ക് അങ്ങോട്ട് കൊടുക്കാനുണ്ട്, ഒരാൾക്ക് 1,000 റുപ്പീസ് ബിക്ക് അങ്ങോട്ട് കൊടുക്കാനുണ്ടെന്ന് വയ്ക്കുക സപ്പോസ്. അയാൾ പറയുകയാണ് 950 തന്നാൽ മതി, 50 രൂപ കുറച്ച് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ 950 കൊടുക്കുകയാണെങ്കിൽ വി ആർ ഗെയിനിങ് 50 റുപ്പീസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ 50 റുപ്പീസ് നമ്മളെ സംബന്ധിച്ച് ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള എൻട്രി നമുക്ക് കമ്പൈൻഡ് എൻട്രി ആയിട്ട് എഴുതാം.
പിന്നെ വരാൻ സാധ്യതയുള്ള ഐറ്റം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കണക്ക് ഒരാൾ ബിസിനസ് തുടങ്ങുന്ന അവസരത്തിൽ അയാൾ ക്യാഷും സ്റ്റോക്കും ഫർണിച്ചറും എല്ലാം കൂടെ കൊണ്ടുവരും അല്ലേ. ഒരാൾ ഇപ്പോൾ ക്യാഷ് മാത്രമല്ല ഒന്നിൽ കൂടുതൽ ഐറ്റം വരാം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരാം. ഇനി നമുക്ക് 1-2 എക്സാമ്പിൾ നോക്കാം. ഈ കമ്പൈൻഡ് അക്കൗണ്ട് ഇപ്പോൾ എങ്ങനെ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുമെന്നുള്ള കാര്യം. ഓക്കെ, എക്സാമ്പിൾസ് ഓഫ് കോമ്പൗണ്ട് ട്രാൻസാക്ഷൻ. അപ്പോൾ അതിനകത്തൊരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ മിസ്റ്റർ രാജ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 75,000, സ്റ്റോക്ക് ₹5,000. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ എലിമെൻ്റ് എന്ന് പറയുന്നത് ക്യാഷ്, സ്റ്റോക്ക്, ക്യാപിറ്റൽ, രാജ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാഷ് റിയൽ കംസ് ഇൻ ഡെബിറ്റ്, സ്റ്റോക്ക് റിയൽ കംസ് ഇൻ ഡെബിറ്റ്, ക്യാപിറ്റൽ പേഴ്സണൽ ഗിവർ ക്രെഡിറ്റ്. അപ്പോൾ ഇവിടെ ഈ 2 ഐറ്റം ഡെബിറ്റ് ചെയ്യണം, 1 ഐറ്റം ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കിവിടെ 2 എൻട്രി എഴുതേണ്ടി വരും അല്ലേ ജനറലി. ഇപ്പോൾ നമ്മൾ ക്യാപിറ്റൽ കൊണ്ടുവന്നു, ക്യാഷ് ആയിട്ട് 75 കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ എഴുതേണ്ട എൻട്രി ക്യാഷ് കംസ് ഇൻ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ. ഓക്കെ, അതുപോലെ സ്റ്റോക്ക് വരുമ്പോൾ സ്റ്റോക്ക് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ ഇവിടെ പരിശോധിച്ചാൽ നമുക്കറിയാം 2 ഡെബിറ്റ് ഡിഫറൻ്റ് ആണ്, ബട്ട് ക്രെഡിറ്റ് സെയിം. അപ്പോൾ നമുക്ക് ഈ 2 എൻട്രി നമുക്ക് എഴുതുന്ന ഡ്യൂപ്ലിക്കേഷൻ വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാം. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഏത് അക്കൗണ്ട് ഇപ്പോൾ ഡെബിറ്റ് ചെയ്യേണ്ട 2 അക്കൗണ്ട് ക്യാഷ്, സ്റ്റോക്ക്, അത് രണ്ടും അതുപോലെ ഡെബിറ്റ് ചെയ്യുക. ബിക്കോസ് അത് നമുക്ക് സെപ്പറേറ്റ്, അതിൻ്റെ ഓരോ സെപ്പറേറ്റ് എമൗണ്ട് ആണ്, അതിൽ നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റ് സ്റ്റോക്ക് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 2 കൂടെ കൂട്ടി എഴുതുക. അപ്പോൾ ഇവിടെ നമ്മൾ 2 ക്രെഡിറ്റ് 2 പ്രാവശ്യം എഴുതുന്ന ഒറ്റ എഫക്റ്റീവ് പോകും. ക്ലിയർ ആയല്ലോ? ഇങ്ങനെയാണ് നമ്മൾ കമ്പൈൻഡ് എൻട്രി. അതുപോലെ നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ടിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. ട്രേഡ് ഡിസ്കൗണ്ടിൻ്റെ കേസ് പറയുമ്പോൾ ഇതുപോലെ cash received from Mohan 4,500, 4,500, and discount allowed him ₹500 എന്ന് പറഞ്ഞാൽ ദറ്റ് മീൻസ് മോഹൻ നമുക്ക് 5,000 റുപ്പീസ് തരാനുണ്ടായിരുന്നു അല്ലേ. അതിൽ 500 നമ്മൾ കുറച്ച് കൊടുത്തു, അയാൾ എത്ര തന്നു? 4,500 തന്നു. അപ്പോൾ ഇവിടെ എലിമെൻ്റ് എന്ന് പറയുന്നത് 1 ക്യാഷ്, 2 മോഹൻ, 3 ഡിസ്കൗണ്ട് അലൗഡ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരാൾ ക്യാഷ് ഇങ്ങോട്ട് തരാനുണ്ട്, നമ്മളാണ് കുറച്ച് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ കുറച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ലോസാണ്. അതുകൊണ്ട് നമ്മൾ ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ട ക്യാഷ് റിയൽ കംസ് ഇൻ ഡെബിറ്റ്, മോഹൻ പേഴ്സണൽ ഗിവർ ക്രെഡിറ്റ്. ഡിസ്കൗണ്ട് അലൗഡ് ഉണ്ട്. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയുമ്പോൾ നോമിനൽ അല്ലേ. ഡിസ്കൗണ്ട് അലൗഡ് നോമിനൽ ആണ്, ലോസ് ആണ്. അതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ജേണറി എഴുതുകയാണെങ്കിൽ മോഹൻ ഡെറ്റർ 4,500, സോറി ക്യാഷ് റിസീവ് ചെയ്തു, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 4,500, ഡിസ്കൗണ്ട് അലൗഡ് ഡെറ്റർ 500, എന്നിട്ട് 2 കൂടെ കൂട്ടി ടു മോഹൻ 5,000. ക്ലിയർ ആയല്ലോ? അതുപോലെ അടുത്തത് ക്യാഷ് പെയ്ഡ് അല്ലേ. ക്യാഷ് പെയ്ഡ് ടു റോയ്ക്ക് നമ്മൾ അങ്ങോട്ട് കൊടുത്തു 4,200, അയാൾ 300 കുറച്ച് തന്നു. ദാറ്റ് മീൻസ് നമ്മൾ റോയ്ക്ക് 4,500 കൊടുക്കേണ്ട സ്ഥാനത്ത് നമ്മൾ എത്ര രൂപ കൊടുത്തോളൂ? 4,200. ദാറ്റ് മീൻസ് 300 വി ആർ ഗെയിൻ അല്ലേ. നമുക്ക് ഗെയിൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ പറയും ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതുന്ന എൻട്രി ഇപ്പോൾ നമുക്കറിയാം ക്യാഷ് പെയ്ഡ് ടു റോയ്, ക്യാഷ് റിയൽ ഗോസ് ഔട്ട് ക്രെഡിറ്റ്. അതുപോലെ റോയ് ഇവിടെ ആരാണ്? പേഴ്സണൽ അല്ലേ. റോയ് പേഴ്സണൽ. അപ്പോൾ റോയ് എന്ന് പറയുന്നത് നമ്മൾ ക്യാഷ് റോയ്ക്ക് കൊടുക്കണം. റോയ് ഈസ് ദ റിസീവർ, ഡെബിറ്റ് ചെയ്യണം. ഡിസ്കൗണ്ട് റിസീവ്ഡ് നമുക്ക് ഗെയിൻ ആണ്, ക്രെഡിറ്റ് ചെയ്യണം. ക്ലിയർ ആയോ? അപ്പോൾ നമ്മളിവിടെ എൻട്രി എഴുതുന്നത് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ റോയ് ഡെറ്റർ ടോട്ടൽ എഴുതണം 4,500, ടു ക്യാഷ് 4,200, ടു ഡിസ്കൗണ്ട് റിസീവ്ഡ് 300. ഓക്കെ, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഈ കമ്പൈൻഡ് ജേണറി അല്ലെ കോമ്പൗണ്ട് ജേണറി എന്ന് പറഞ്ഞാൽ നമ്മൾ എലിമെൻ്റ് അനലൈസ് ചെയ്യുമ്പോൾ മിക്കവാറും 1, 2, 3 ക്രെഡിറ്റിന് കോമൺ ആയിട്ട് ഡെബിറ്റ് വരും. അല്ലെങ്കിൽ ഒരു ഡെബിറ്റിന് 1 കൂടുതൽ ക്രെഡിറ്റ് വരാം. അപ്പം ഇങ്ങനെയൊക്കെ വരാം, 2 ഓപ്ഷൻ വരാം. അപ്പോൾ എന്ത് വന്നാലും നമ്മളെ സംബന്ധിച്ച് നമ്മൾ അക്കൗണ്ട്സ് എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടവർക്ക് ഞാൻ പറഞ്ഞ ആ ഒരു ടെക്നിക്ക്, അതായത് ഏത് ട്രാൻസാക്ഷൻ നടന്നാലും അതിനകത്തുള്ള എലിമെൻ്റ് കറക്റ്റായിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജേണൽ ഒരു തെറ്റും ഇല്ലാതെ എഴുതാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്തൊരു എക്സാമ്പിൾ അവർ പറയുന്നത് ഇതേ ഉള്ളൂ. പെയ്ഡ് റെൻറ്റ്
ഒറ്റ ലൈനിൽ തന്നെ ഒറ്റ ട്രാൻസാക്ഷനിൽ തന്നെ റെന്റ്, ഇലക്ട്രിസിറ്റി, ഇങ്ങനെ എത്ര ഐറ്റം വേണമെങ്കിലും പറയാം. അപ്പോൾ അതും നമ്മൾ ഈ പറഞ്ഞ കണക്ക് പെയ്ഡ് റെന്റ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്, ഇലക്ട്രിസിറ്റി ചാർജ് പെയ്ഡ്, ഇലക്ട്രിസിറ്റി ചാർജ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. അപ്പോൾ നമ്മൾ ഇത് 1-2 ട്രാൻസാക്ഷൻ ഒരുമിച്ച് പറയുകയാണെങ്കിൽ നമുക്കത് കമ്പൈൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ റെന്റ് ഡെറ്റർ എത്ര, ഇലക്ട്രിസിറ്റി ചാർജ് ഡെറ്റർ ടു ക്യാഷ് ടോട്ടൽ അങ്ങ് എഴുതിയാൽ മതി, പ്രശ്നം കഴിഞ്ഞല്ലോ. അതുപോലെ അടുത്തൊരു ട്രാൻസാക്ഷൻ ഇതുപോലെ കമ്പൈൻഡ് എൻട്രി റെഗുലറായിട്ട് വരുന്നതാണ്. നമ്മൾ ക്യാഷ് വിത്ഡ്രോൺ ഫോർ പേഴ്സണൽ പർപ്പസ്, നമുക്കറിയാം അല്ലേ? ക്യാഷ് വിത്ഡ്രോൺ ഫോർ പേഴ്സൺ എലിമെന്റ് ഏതൊക്കെയായിരിക്കും? ഡ്രോയിങ്സും ക്യാഷും ആണല്ലോ. അപ്പോൾ ഡ്രോയിങ്സ് പേഴ്സണൽ റിസീവർ ഡെബിറ്റ്, ക്യാഷ് ഗോസ് ഔട്ട്. അതുപോലെ ഗുഡ്സും കൊണ്ടുപോയി, ക്യാഷും കൊണ്ടുപോയി ഗുഡ്സും കൊണ്ടുപോയി. അപ്പോൾ ഗുഡ്സ് കൊണ്ടുപോയാലും സെയിം, ഡ്രോയിങ്സ് പേഴ്സണൽ റിസീവർ ഡെബിറ്റ്, ഗുഡ്സ് റിയൽ ഗോസ് ഔട്ട് ക്രെഡിറ്റ്. അപ്പോൾ ഇവിടെ ഗുഡ്സും പുറത്തു പോയി ക്യാഷും പുറത്തു ഗോസ് ഔട്ട്, മറ്റേ ആൾ റിസീവർ. അപ്പോൾ ഇതും നമുക്ക് ഈ പറഞ്ഞ കണക്ക് 2 എൻട്രിയും കൂടെ കമ്പൈൻഡ് എഴുതുകയാണെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ നമ്മൾ ടോട്ടൽ എമൗണ്ട് എഴുതണം. 300 + 500 800. ഓക്കെ, ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ. എന്നിട്ട് ടു ക്യാഷ് നമ്മൾ എത്ര എടുത്തു? ക്യാഷ് 300. ടു നമ്മൾ ഗുഡ്സ് പേഴ്സണൽ പർപ്പസിന് കൊണ്ടുപോകണമെങ്കിൽ, ഗുഡ്സ് പേഴ്സണൽ ആവശ്യത്തിന് എടുക്കണമെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ട ഹെഡ് പർച്ചേസ്. അത് എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അത് കുഴപ്പമില്ല ചെയ്യാൻ പറ്റും. അവിടെ പർച്ചേസ്. അപ്പോൾ ഇവിടെ നമ്മൾ കമ്പൈൻഡ് എൻട്രി എഴുതുമ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റ ടോട്ടൽ എഴുതിയിട്ട് ടു ഗുഡ്സ് ടു ക്യാഷ്, ഗുഡ്സിന് പകരം ടു പർച്ചേസ്. ക്ലിയർ ആയാലും ഇതാണ് കമ്പൈൻഡ് എൻട്രി. ഇനി ഞാൻ ഇവിടെ കോമ്പൗണ്ട് ജ്വല്ലറിയുടെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് എങ്ങനെ ഓരോ ട്രാൻസാക്ഷൻ വായിച്ച് അനലൈസ് ചെയ്ത് എങ്ങനെ ചെയ്യണമെന്നുള്ള ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി ഇതായിരിക്കും. ഇപ്പോൾ പാസ്റ്റ് ജേർണൽ എൻട്രീസ്. ഓക്കെ, രാജ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് സ്റ്റോക്ക്. അത്രേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് തന്നെ, ക്യാഷ് സ്റ്റോക്ക് ക്യാപിറ്റൽ, ക്യാഷ് റിയൽ കംസ് ഇൻ, സ്റ്റോക്ക് റിയൽ കംസ് ഇൻ, രാജ് ക്യാപിറ്റൽ പേഴ്സണൽ ഗിവർ. അപ്പോൾ നമ്മൾ ജേർണറി എഴുതുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 75, സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ 5, ടു ക്യാപിറ്റൽ 80. ഓക്കെ, പിന്നെ അടുത്ത ട്രാൻസാക്ഷനും കുഴപ്പമില്ല, അടുത്തൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത ട്രാൻസാക്ഷൻ തന്നെയാണ്. പർച്ചേസ്ഡ് ഫർണിച്ചർ, അത് നമുക്കറിയാമല്ലോ. ഫർണിച്ചർ റിയൽ കംസ് ഇൻ ഡെബിറ്റ്, ക്യാഷ് ഗോസ് ഔട്ട് ക്രെഡിറ്റ്, ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അതുപോലെ ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട് ബാങ്ക് റിസീവർ ഡെബിറ്റ്, ക്യാഷ് ഗോസ് ഔട്ട് ക്രെഡിറ്റ്. അതുപോലെ പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്, അപ്പോൾ ഗുഡ്സും ക്യാഷും ആണ്. ഗുഡ്സ് റിയൽ കംസ് ഇൻ, ഗുഡ്സിന് പകരം പർച്ചേസ് ഡെബിറ്റ് ചെയ്യണം, അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അതുപോലെ പർച്ചേസ് ഗുഡ്സ് ഫ്രം റോയ് 5000 അറ്റ് ട്രേഡ് ഡിസ്കൗണ്ട് 10%. ക്ലിയർ ആയോ? അപ്പോൾ ഇത് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു, ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നെറ്റ് എമൗണ്ട് അക്കൗണ്ട് ചെയ്യാവൂ. ഫുൾ 5000 അക്കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് 5000 അവർ മൊത്തം വാല്യൂ ആണ്. അതിൽ നമുക്ക് 10% ഡിസ്കൗണ്ട്, 500 റുപ്പീസ് ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ജേർണൽ എൻട്രി എഴുതുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ എത്ര എഴുതിയാൽ മതി? അപ്പോൾ ഇവിടെ നമ്മൾ പർച്ചേസ് ഗുഡ്സ് കംസ് ഇൻ, ഗുഡ്സിന് പകരം പർച്ചേസ് ഡെബിറ്റ് ചെയ്യണം, റോയെ ക്രെഡിറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മൾ ജേർണൽ എഴുതുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു റോയ്, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു റോയ് നമ്മൾ എത്ര എഴുതിയാൽ മതി? എമൗണ്ട് 4500 എഴുതിയാൽ മതി. ഇവിടെ ഡിസ്കൗണ്ട് ഡെബിറ്റോ ക്രെഡിറ്റോ ഒന്നും ചെയ്യരുത്. ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ അക്കൗണ്ട്സിൽ റിഫ്ലക്റ്റ് ചെയ്യില്ല, ഡെബിറ്റും ക്രെഡിറ്റും ഒന്നും വരില്ല. ബട്ട് നറേഷനിൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. നറേഷനിൽ റോയുടെ സാധനം മേടിച്ചു 10% 5% എത്ര ഡിസ്കൗണ്ട് ഉണ്ടെന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. ബട്ട് അക്കൗണ്ട് ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഡിസ്കൗണ്ട് എടുക്കരുത്. ഓക്കെ, അതുമല്ല നെക്സ്റ്റ് പർച്ചേസ്ഡ്. അതുപോലെ ക്യാഷ് പെയ്ഡ് ഇൻ ടു ബാങ്ക്, അത് നമുക്കറിയാമല്ലോ. ക്യാഷ് പെയ്ഡ് ഇൻ ടു ബാങ്ക് എലിമെന്റ് ബാങ്കും ക്യാഷാണ്. ക്യാഷ് ഗോസ് ഔട്ട് ക്രെഡിറ്റ് ചെയ്യണം, ബാങ്ക് റിസീവർ ഡെബിറ്റ്, അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അതുപോലെ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ഒക്കെ നമുക്ക് സ്ഥിരം ജനറൽ എഴുതിയതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും വരില്ല. ക്യാഷ് കംസ് ഇൻ, ഗുഡ്സ് ഗോസ് ഔട്ട്, അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കണക്ക് ഓരോ ട്രാൻസാക്ഷൻ അനലൈസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുക. അപ്പോൾ അതിനകത്ത് ഒരു ബുദ്ധിമുട്ടും വരില്ല. ഞാൻ ആദ്യത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു. അതിൻ്റെ പ്രധാന കാരണം നിങ്ങൾ ആ ജേർണൽ ഒരു അത്രയും സ്ട്രെയിൻ എടുത്ത് പഠിച്ചാൽ മാത്രമേ ആ ബേസ് നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. അതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് ലെങ്തി ആയിപ്പോയത്. ഓക്കെ, അതിൻ്റെ ഗുണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇനി ഫർദർ ഫ്യൂച്ചറിലോട്ട് ഈ ട്രാൻസാക്ഷൻ അനലൈസ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ മറ്റേ എടുത്ത എഫേർട്ടിൻ്റെ ഗെയിൻ കിട്ടുന്നത്. ഇവിടെ അടുത്തത്, ഇവിടെ സോൾഡ് ഗുഡ്സ് ടു മോഹൻ നമുക്ക് പറഞ്ഞു 10,000 അറ്റ് ട്രേഡ് ഡിസ്കൗണ്ട് 5%. ഓക്കെ,
അപ്പോൾ സോൾഡ് ഗുഡ്സ് മോഹന് 10,000ൻ്റെ 500 റുപ്പീസ് ഡിസ്കൗണ്ട്. അപ്പോൾ 9,500 ആണ് നെറ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനെ അക്കൗണ്ട് ചെയ്യാവും. അപ്പോൾ ഇവിടെ നമ്മൾ ജേണൽ എഴുതുമ്പോൾ മോഹൻ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് ഓൺലി 9,500 എഴുതുള്ളൂ. ഓക്കെ, മോഹൻ അക്കൗണ്ട് ഡെറ്റർ ടു 9,500. നറേഷനിൽ നമ്മൾ സോൾഡ് ഗുഡ്സ് ടു മോഹൻ അറ്റ് എ ട്രേഡ് ഡിസ്കൗണ്ട് 5% എഴുതാം. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ട്രാൻസാക്ഷൻ സൂക്ഷിക്കുക. അത് നമ്മൾ പറഞ്ഞ പുതിയ ട്രാൻസാക്ഷൻ ആയിരുന്നു. അപ്പോൾ മോഹൻ ട്രേഡ് ഡിസ്കൗണ്ട്. അടുത്തത് ക്യാഷ് റിസീവ്ഡ് ഫ്രം മോഹൻ 4,500. നേരത്തെ പറഞ്ഞു നമുക്ക് ഇങ്ങോട്ട് തന്നു 4,500. നമ്മൾ 500 വേണ്ടാന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് മോഹന് നമ്മൾ ടോട്ടൽ കിട്ടാനുണ്ടായിരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 5,000 ആയിരുന്നു. ഓക്കെ, അപ്പോൾ 5,000ൽ നമുക്ക് 4,500 മതി എന്ന് പറഞ്ഞാൽ 500 നമുക്ക് നമ്മളെ സംബന്ധിച്ച് ലോസ് ആണ്. നമ്മൾ ഫോർഗോ ചെയ്ത എമൗണ്ട് ആണ് ഈ 500. നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ എമൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് കാൾഡ് ഡിസ്കൗണ്ട് അലൗഡ്. അപ്പോൾ നമ്മൾ ഇവിടെ ജേണൽ എഴുതുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 4,500 ഡിസ്കൗണ്ട് അലൗഡ്, നമുക്ക് ലോസ് ആണ്, ഡെബിറ്റ് ചെയ്യണം. എന്നിട്ട് രണ്ടും കൂടെ ചേർത്ത് ടു മോഹൻ. മോഹൻ്റെ അക്കൗണ്ടിൽ ഫുൾ ഫിഗർ എഴുതിയാൽ മാത്രമേ അയാളുടെ അക്കൗണ്ട് നില്ലാവുള്ളൂ, അല്ലെങ്കിൽ അയാളുടെ അക്കൗണ്ടിൽ ബാലൻസ് നിൽക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ക്യാഷ് ഡിസ്കൗണ്ട് വരുമ്പോൾ നമ്മൾ എൻട്രി കമ്പൽസറി ആയിട്ട് എഴുതണം. അല്ലെന്നുണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ട് അലൗഡോ റിസീവ്ഡോ നമ്മൾ കൺസിഡർ ചെയ്തില്ലെങ്കിൽ അയാളുടെ അക്കൗണ്ടിൽ വീണ്ടും ബാലൻസ് നിൽക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ഈ പറഞ്ഞ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 4,500 ഡിസ്കൗണ്ട് അലൗഡ് ഡെറ്റർ 500 ടു മോഹൻ. ക്ലിയർ ആയല്ലോ. അതുപോലെ അടുത്ത ട്രാൻസാക്ഷൻ പറയുന്നത് ക്യാഷ് പെയ്ഡ് ടു റോയ്. ക്യാഷ് പെയ്ഡ് ടു റോയ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം മോഹൻ. അടുത്തത് ക്യാഷ് പെയ്ഡ് ടു റോയ് 4,200. എന്നിട്ട് അയാൾ ഡിസ്കൗണ്ട് നമുക്ക് 300 റുപ്പീസ് ഡിസ്കൗണ്ട്. ദാറ്റ് മീൻസ് റോയ്ക്ക് ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് 4,500 ഉണ്ടായിരുന്നു. നമ്മൾ 200 കൊടുത്തോളൂ, 300 നമുക്ക് ഗെയിൻ കിട്ടി. അപ്പോൾ ഇവിടെയും ക്യാഷ് റിയൽ ഗോസ് ഔട്ട് ക്രെഡിറ്റ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് നോമിനൽ ഇൻകം ക്രെഡിറ്റ്. ഓക്കെ, റോയ് പേഴ്സണൽ റിസീവർ ഡെബിറ്റ്. അപ്പോൾ ഇതും നമ്മൾ ജേണൽ എഴുതുമ്പോൾ റോയ് അക്കൗണ്ട് ഡെറ്റർ നമ്മൾ റോയ് അക്കൗണ്ട് ഡെറ്റർ 4,500 ഡെബിറ്റ് ചെയ്യും. ടു ക്യാഷ് 4,200 ഡിസ്കൗണ്ട് റിസീവ്ഡ് 300. പിന്നെ അതുപോലെ അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു റെന്റ്, ഇലക്ട്രിസിറ്റി ചാർജ് ഒക്കെ ഒരുമിച്ച് ഒറ്റ ട്രാൻസാക്ഷൻ പറഞ്ഞു. അപ്പോൾ റെന്റ് അക്കൗണ്ട് ഡെറ്റർ, ഇലക്ട്രിസിറ്റി ചാർജ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അതുപോലെ ഗുഡ്സും ക്യാഷും പേഴ്സണൽ പർപ്പസിന് കൊണ്ടുപോയി. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ടു പർച്ചേസ്. അതുപോലെ സെയിൽസ് റിട്ടേൺ ടു മോഹൻ, അല്ലേ, ഇതുപോലെയൊക്കെ വരും. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നമുക്കറിയാമല്ലോ. ഗുഡ്സ് റിട്ടേൺ ടു വന്നാൽ നമ്മൾ തിരിച്ച് ഗുഡ്സ് തിരികെ കൊടുക്കുകയാണെങ്കിൽ വാങ്ങിയതായിരിക്കും തിരികെ കൊടുക്കും. അപ്പോൾ ഗുഡ്സ് ഗോസ് ഔട്ട്, ഗുഡ്സിന് പകരം പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ ഗുഡ്സ് റിട്ടേൺ ടു ബൈ വന്നാൽ ഒരാൾ വാങ്ങിയ ആൾ നമ്മൾ സാധനം വിറ്റ ആൾ തിരിച്ചു തരുന്നു. ഗുഡ്സ് റിട്ടേൺ ടു ബൈ, അപ്പോൾ നമ്മൾ ഗുഡ്സിന് കംസിനാണ്, ഗുഡ്സിന് പകരം സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ചെയ്യണം. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ കമ്പൈൻഡ് ജേണൽ എഴുതാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ കമ്പൈൻഡ് ജേണൽ എഴുതുമ്പോൾ ഈ ലെഡ്ജർ പോസ്റ്റിംഗ് എങ്ങനെ വരും അതും കൂടി ഒന്ന് പറഞ്ഞുതരാം, അത് നിങ്ങൾക്ക് തെറ്റായിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ നമ്മൾ ലെഡ്ജർ പോസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ സാധാരണ ഇൻഡിവിജ്വൽ എൻട്രി ആകുമ്പോൾ പ്രശ്നമില്ല, പോസ്റ്റിംഗ് നിങ്ങൾക്ക് ക്ലിയർ ആയി. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ, നമ്മൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഓപ്പോസിറ്റ് എലിമെൻറ്റ് എഴുതുക, എമൗണ്ട് എഴുതുക. ഇത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് ഓപ്പോസിറ്റ് എലിമെൻറ്റ് കഴിഞ്ഞു, അല്ലേ. പക്ഷേ കമ്പൈൻഡ് എൻട്രി എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പരിശോധിച്ച് നോക്കാം. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 75, സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ 5,000, ടു ക്യാപിറ്റൽ 80,000. അപ്പോൾ ഇത് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ടിൻ്റെയും സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെയും ഓപ്പോസിറ്റ് എലിമെൻറ്റ് ടു ക്യാപിറ്റൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡ് ഡെബിറ്റ് സൈഡിൽ ടു ക്യാപിറ്റൽ എഴുതിയിട്ട് ക്യാഷ് അക്കൗണ്ടിന് നേരെയുള്ള ഫിഗറേ എഴുതാവൂ. ക്യാഷ് അക്കൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ടു ക്യാപിറ്റൽ എഴുതിയിട്ട് 75,000 എഴുതാവൂ. അതുപോലെ സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെയും ലെഫ്റ്റ് സൈഡിൽ ടു ക്യാപിറ്റൽ എഴുതിയിട്ട് 5,000 എഴുതാവൂ. ക്ലിയർ ആയോ?
എന്നിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ റൈറ്റ് സൈഡിൽ ടോട്ടൽ നമുക്ക് 80 വന്നു. പക്ഷെ അത് രണ്ടായിട്ട് തന്നെ എഴുതാം, ഒരുമിച്ച് ഒറ്റ അടിക്ക് എഴുതണ്ട. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് ഈ രണ്ട് എലിമെൻറ്റ്, ക്യാപിറ്റലിൻ്റെ ഓപ്പോസിറ്റ് എലിമെൻ്റ് എന്ന് രണ്ട് എലിമെൻ്റ് ഉണ്ട്, ക്യാഷും ഉണ്ട് ക്യാപിറ്റലും ഉണ്ട്, രണ്ടും എഴുതാം. ബൈ ക്യാഷ് 75, ബൈ സ്റ്റോക്ക് 5000. ബസ് ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ കോമ്പൗണ്ട് ജേണൽ എൻട്രി ലെഡ്ജർ പോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ബാലൻസിങ്ങിലോ മറ്റൊന്നും വ്യത്യാസമില്ല, നമ്മൾ ആ ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഒരു കമ്പൈൻഡ് എൻട്രി നമുക്ക് ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ഡിസ്കൗണ്ട് അലൗഡ് ഡെറ്റർ ടു മോഹൻ. അപ്പോൾ ഇതും പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്യാഷ് അക്കൗണ്ടിലും ഡിസ്കൗണ്ട് അലൗഡിൻ്റെയും ഓപ്പോസിറ്റ് എലിമെൻ്റ് എന്ന് പറയുന്നത് ടു മോഹൻ. അപ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ടു മോഹൻ, അപ്പോൾ മോഹൻ്റെ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ രണ്ടും വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പോസ്റ്റ് ചെയ്യേണ്ട ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു മോഹൻ 4500, ഡിസ്കൗണ്ട് അലൗഡിൻ്റെ ഹെഡിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു മോഹൻ 500 എഴുതാവൂ. അപ്പോൾ നമ്മൾ രണ്ട് അക്കൗണ്ടിൻ്റെ ഡെബിറ്റിൽ, ഒരു അക്കൗണ്ടിൻ്റെ ഡെബിറ്റിൽ 4500, വേറെ അക്കൗണ്ടിൻ്റെ ഡെബിറ്റിൽ 500. ബട്ട് ഈ രണ്ടും കൂടി ഒറ്റ അക്കൗണ്ടിൻ്റെ മോഹൻ്റെ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരും, ബൈ ക്യാഷ് ബൈ ഡിസ്കൗണ്ട് അലൗഡ്. ഓക്കെ, അതുപോലെ ഇവിടെ റോയ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് ടു ഡിസ്കൗണ്ട്. അപ്പോൾ റോയിയുടെ അക്കൗണ്ടിൽ ഓപ്പോസിറ്റ് എലിമെൻറ്റ് രണ്ട് എലിമെൻ്റ് ഉണ്ട്, രണ്ടും എഴുതണം. റോയിയുടെ ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് 4200, ടു ഡിസ്കൗണ്ട് റിസീവ്ഡ് 300. റോയിയുടെ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ 4500ൻ്റെ എഫക്റ്റ് വരണം. ഇനി നമ്മുടെ ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ റോയി എന്ന് പറഞ്ഞിട്ട് ക്യാഷിന് നേരെയുള്ള ഫിഗർ എഴുതാവും. ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് അല്ലേ, ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് ബൈ റോയി 4200, ഡിസ്കൗണ്ട് റിസീവ്ഡിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ റോയി 300. ഇത്ര എഴുതാവും. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ മിക്കവാറും എൻ്റെ ഈ രണ്ട് വീഡിയോയിലോടുകൂടി നമ്മുടെ ബേസിക് ജേണൽ ലെഡ്ജർ പോസ്റ്റിംഗ്, ബാലൻസിങ്, ട്രയൽ ബാലൻസ് ഇൻക്ലൂഡിങ് കോമ്പൗണ്ട് ജേണൽ, ഈ പോർഷൻ എനിക്ക് തോന്നുന്നു പൂർണ്ണമായിട്ട് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഈ എൻ്റെ രണ്ട് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഇതിനകത്ത് ഏതൊരു ഡൗട്ടും വരില്ല എന്നുള്ള എനിക്ക് പൂർണ്ണ വിശ്വാസം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇനി എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഞാൻ അടുത്ത വീഡിയോയിൽ അക്കൗണ്ടൻസിയുടെ വേറൊരു ബേസിക് ചാപ്റ്ററായ അക്കൗണ്ടിങ് ഇക്വേഷൻ ആണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു.